ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അൺ അക്കാഡമി എന്ന ലാർജസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു കാര്യം ബോധ്യമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് എല്ലാത്തരം മത്സര പരീക്ഷകളിലും വളരെ പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന അഥവാ ഇന്ത്യൻ പൊളിറ്റി. ഈ മേഖലയിൽ നിന്ന്, ഈ സബ്ജക്റ്റിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുക പതിവാണ്. അതുകൊണ്ട് മത്സര പരീക്ഷകൾക്ക് ഉന്നത വിജയം ലക്ഷ്യമിടുന്നവർക്ക് അത്യന്താപേക്ഷിതമാണ് ഈ മേഖലയിൽ നിന്നുള്ള അറിവുകൾ. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നും വളരെ ചെറുതുമായ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ടോപ്പിക്കിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുക പതിവാണ്. അതുകൊണ്ട് പ്രീവിയസ് ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ നമുക്ക് ആ ടോപ്പിക് ഒന്ന് കൈകാര്യം ചെയ്യാം. ടോപ്പിക് ഇതാണ്: മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൗലിക കടമകൾ. ഈ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ചോദ്യം, മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? ഭാഗം എന്ന് പറഞ്ഞാൽ ഓർക്കുക, അധ്യായം, ചാപ്റ്റർ. ഏത് അധ്യായത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? മൗലിക കടമകളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 4A എന്ന ഭാഗത്താണ്. 4A. മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ വിച്ച് ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് ചോദിച്ചാൽ 51A. ഭാഗം 4A, വകുപ്പ് 51A. മൗലിക കടമകൾ. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടം വാങ്ങിയത്? നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. വിവിധ ആശയങ്ങൾ കടം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങിയതാണെന്ന് നമ്മൾ വ്യക്തമായി പഠിക്കുക. കാരണം ഈ ബോറോയിങ് സോഴ്സിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. മൗലിക കടമകൾ ഇന്ത്യ കടം വാങ്ങിയത് USSR നിന്നാണ്. പഴയ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ നമ്മൾ കടം വാങ്ങിയത്. അപ്പം 3 പ്രധാന ചോദ്യങ്ങളായി മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? അധ്യായമേത്? 4A. മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പേത്? 51A. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി? USSR അഥവാ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് കടം വാങ്ങിയത്. അപ്പോൾ ഇവിടെ ഓർക്കുക, മൗലിക കടമകൾ, മലയാളത്തില് മൗലിക കടമകൾ എന്ന് പറയാം, മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയാം, മൗലിക ചുമതലകൾ എന്ന് പറയാം. ഇംഗ്ലീഷിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓർക്കുക, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? 4A. 4A എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, പിന്നീട് കൂട്ടിച്ചേർത്ത ഭാഗമാണ്. അതായത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ ഇല്ലായിരുന്നു. മൗലിക അവകാശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, മൗലിക കടമകളില്ലായിരുന്നു. പിന്നീടാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 ചെറിയ കാര്യങ്ങൾ, അതിനകത്ത് 1-2 ഭരണഘടനാ ഭേദഗതികൾ വരും, പരീക്ഷകൾക്ക് നിരന്തരം ചോദിക്കുന്നതായതുകൊണ്ട് അത് പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് മൗലിക കടമകളിലേക്ക് വരാം. അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളാണുള്ളത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളുണ്ട്, എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇപ്പോ ഇന്ത്യൻ ഭരണഘടനയിൽ 25 പാർട്ടുകളാണ്, അല്ലെങ്കിൽ 25 അധ്യായങ്ങളാണുള്ളത്. പക്ഷെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 അധ്യായങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വ്യക്തമായി മനസ്സിലാക്കുക, ഭരണഘടന നിലവിൽ വന്നപ്പോൾ അധ്യായങ്ങളുടെ എണ്ണം 22, ഇപ്പോൾ അത് 25 ഉയർന്നിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ കൂടി വ്യക്തതയോടെ മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് 1-2 ഭരണഘടനാ ഭേദഗതികൾ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതായതുകൊണ്ട് ഞാൻ അതും കൂടി ഓർമ്മിപ്പിച്ചിട്ട് മൗലിക കടമയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര? 25 ഭാഗങ്ങൾ ഉണ്ട്. നേരത്തെ 22 ഭാഗങ്ങൾ. ആ 22 എങ്ങനെ 25 എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഒരു ഭാഗം ഒഴിവാക്കി, 4 ഭാഗം കൂട്ടിച്ചേർത്തു. 4 എണ്ണം കൂട്ടിച്ചേർത്തു, 1 എണ്ണം ഒഴിവാക്കി.
ഓർക്കുക, 22 ഉണ്ടായിരുന്നതിൽ നിന്ന് 1 ഒഴിവാക്കി 4 കൂട്ടിച്ചേർത്തു. കണക്ക് ശരിയല്ലേ? അപ്പോൾ 25 ഇപ്പോൾ ഉള്ളത്. ഇനി ഒഴിവാക്കിയത് ഏത്, ആ ഒഴിവാക്കിയ ഭാഗത്ത് എന്ത് പ്രതിപാദിച്ചിരുന്നു, ആ ഒഴിവാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്നുകൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഓർക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഒരു ഭാഗം ഒഴിവാക്കി മറ്റ് 4 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു. ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഭരണഘടനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിലോ ഉള്ളതെന്തെങ്കിലും ഒഴിവാക്കണമെങ്കിലോ നിലവിലുള്ളതിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ ഉള്ള ഫോർമാലിറ്റി എന്താണ്? പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിയിരിക്കണം. അല്ലാതെ ഭരണഘടനയിൽ നിന്ന് ഒരു വരിയല്ല, ഒരക്ഷരം പോലും ഒഴിവാക്കാൻ നമുക്ക് അവകാശമില്ല. ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിക്കൊണ്ട് മാത്രമേ ഭരണഘടനയിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കാനോ ഉൾപ്പെടുത്താനോ നിലവിലുള്ളതിൽ മാറ്റം വരുത്താനോ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലൊരു ഭരണഘടനാ ഭേദഗതി നിയമം ഉണ്ടായിരിക്കും. 4 കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലും ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിരിക്കും. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായ അറിവാണ്. കാരണം എല്ലാ ഭാഗങ്ങളും, ഇപ്പൊ 4A ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന്, എല്ലാ ഭാഗങ്ങൾ പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ടുന്ന അടിസ്ഥാന അറിവുകളാണ് ഈ ഭാഗങ്ങളെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ അത് സൂചിപ്പിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം, ഏത് ഭാഗമാണ് ഒഴിവാക്കിയത്? ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ഏത് ഭാഗമാണ് ഒഴിവാക്കിയത്? 7-ാം ഭാഗമാണ് ഒഴിവാക്കിയത്. പാർട്ട് 7. 7-ാം ഭാഗം ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓർക്കാൻ എന്ത് എളുപ്പം ആണെന്ന് നിങ്ങൾ നോക്കുക. 7-ാം ഭാഗം ഒഴിവാക്കിയത് 7-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെയാണ്. അപ്പം ഭരണഘടനയിൽ നിന്ന് 7th പാർട്ട് ഒഴിവാക്കിയത് 7th അമെൻമെന്റ് ആക്ട് ഓഫ് 1956, 1956 7-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 7-ാം ഭാഗത്തെ ഒഴിവാക്കിയത്. എന്താണ് അങ്ങനെ ഒഴിവാക്കാൻ കാരണം? 1956 നമുക്കറിയാം, 1956 നവംബർ 1-ാം തീയതിയാണ് ഇന്ത്യയിലെ വളരെ പരമപ്രധാനമായ ഒരു നിയമം നിലവിൽ വന്നത്. അതായത് സംസ്ഥാന പുനഃസംഘടനാ നിയമം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. State Reorganization Act came into force in 1956 November 1st. കേരളപ്പിറവി ഓർമ്മിച്ചാൽ മതി. അന്നാണ് 14 സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടനയിലൂടെ 14 സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. ആ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത് ഈ ആക്ടിലൂടെയാണ്, സംസ്ഥാന പുനഃസംഘടനാ നിയമം. അപ്പോൾ ആ വർഷം ഈ സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നപ്പോൾ സംസ്ഥാനങ്ങൾ പഴയ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നത് അപ്രസക്തമായി പോയി. ആ പഴയ രീതിയിലുള്ളതാണ് 7-ാം ഷെഡ്യൂളിൽ 7-ാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ 7-ാം ഭാഗം ഒഴിവാക്കി. ആ 56-ലെ 7-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ അവിടെ വരാവുന്ന പോയിന്റുകൾ മനസ്സിൽ കാണുക. 7-ാം ഭരണഘടനാ ഭേദഗതിയിൽ സംസ്ഥാനങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പഴയ രീതിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഒഴിവാക്കി, ആ ഭാഗം ഒഴിവാക്കിയത് 1956-ലെ 7-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്ന് ഓർക്കുക. ഇനി നമുക്ക് കൂട്ടിച്ചേർത്ത ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 4 അധ്യായങ്ങളാണ് പിന്നീട് കൂട്ടിച്ചേർത്തത്. ഒന്ന് 4A എന്ന അധ്യായം, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. 4A എന്ന അധ്യായം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏറ്റവും വലിയ ഭേദഗതിയും ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതിയും അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഭേദഗതിയുമായ 42-ാം ഭേദഗതി 1976-ലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 4A എന്ന ഒരു അധ്യായം കൂട്ടിച്ചേർത്തത്. അത് മൗലിക കടമകൾ എന്ന അധ്യായമാണ്. അതേ 42-ാം ഭേദഗതിയിലൂടെ തന്നെയാണ് 1976-ല് 14A എന്ന മറ്റൊരു അധ്യായവും കൂട്ടിച്ചേർത്തു. ആ 14Aയിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് എന്ന ഒരു അധ്യായം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 14A എന്ന ഭേദഗതി. ഏത് വർഷം? 1976. ഓർക്കുക, ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. 4A എന്ന അധ്യായം ഉടനെ മനസ്സിൽ കാണുക. 14A എന്ന അധ്യായം ഓർക്കാൻ എന്തെളുപ്പം? 4Aയും 14Aയും. 4Aയിൽ പ്രതിപാദിക്കുന്നത് എന്ത്? മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. 14Aയിൽ പ്രതിപാദിക്കുന്നത് എന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. ഈ 2 അധ്യായങ്ങളും ഉൾപ്പെടുത്തിയ ഒരേ ഒരു ഭേദഗതിയാണ് ഏതാണ്? 42-ാം ഭേദഗതി.
1976. അപ്പൊ രണ്ടെണ്ണം ഉൾപ്പെടുത്തിയ കാര്യം പറഞ്ഞു. ഇനി അടുത്തതിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയിൽ 9A എന്ന അധ്യായം ഉൾപ്പെടുത്തിയ ഭേദഗതി ആദ്യം പഠിക്കുക. 74-ാം ഭേദഗതി 1992. എന്താണ് 9A പറഞ്ഞിരിക്കുന്നത്? മുനിസിപ്പാലിറ്റീസ്. നമ്മുടെ മുനിസിപ്പാലിറ്റീസ് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് 9A. നമുക്കറിയാം 9 പഞ്ചായത്തുകളെ കുറിച്ചാണ്. 9A പിന്നെ കൂട്ടിച്ചേർത്ത 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 9A എന്ന അധ്യായം ഉൾപ്പെടുത്തി അതിൽ പ്രതിപാദിക്കുന്നത് മുനിസിപ്പാലിറ്റീസ് ആണ്. ഓർക്കുക. ഇനി ഒന്നുകൂടി ഓർക്കുക, 9B ഉൾപ്പെടുത്തിയത് 97-ാം ഭരണഘടനാ ഭേദഗതി 2011 അതായത് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ സഹകരണ സംഘങ്ങൾ എന്ന ഒരു ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 9-ാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയ ഭേദഗതി 97-ാം ഭരണഘടനാ ഭേദഗതി 2019. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മളൊരു ഒരു ഭാഗം ഭരണഘടനയുടെ ഏത് അധ്യായം പഠിക്കുന്നതിന് മുമ്പും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര അധ്യായങ്ങളുണ്ട്, അത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു, അത് എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ നമ്പറിൽ വന്നു ചേർന്നത്, ഒഴിവാക്കിയത് ഏത്, കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത്, അത് ഏതൊക്കെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്, ഏതൊക്കെ വർഷങ്ങളിലാണ്, ആ ചാപ്റ്റേഴ്സിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇത് വ്യക്തമായിട്ട് ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആമുഖമായി സൂചിപ്പിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക്ക് മൗലിക കടമകളാണെന്ന് ഞാൻ പറഞ്ഞു. ആ മൗലിക കടമകൾ ഏത് ഭേദഗതിയിലൂടെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു മൗലിക കടമകൾ ഇല്ലായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ. പിന്നീടാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭേദഗതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 42-ാം ഭേദഗതി 1976. 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയില് 10 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത്. ഓർക്കുക, 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയില് 10 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത്. ഈ 42-ാം ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ഈ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ഭേദഗതി ആദ്യമേ പഠിച്ചു വയ്ക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെന്റ് ആക്ട് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് 1976-ലെ 42-ാം ഭേദഗതി. ഓർക്കണം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻമെന്റ് ആക്ട്, 42nd അമെൻമെന്റ് ആക്ട് ഓഫ് 1976. ഇവിടെ ഓർക്കുക, ഇത് പല രീതിയിലാണ് മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ പറയുകയാണ്. ഏത് ഭരണഘടനാ ഭേദഗതി പഠിച്ചാലും അതിനോടൊപ്പം വർഷവും കൂടി, ഇയർ കൂടി അറ്റാച്ച് ചെയ്ത് പഠിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ ചോദ്യം തന്നെ, ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ ഈ ചോദ്യം തന്നെ PSCയുടെ പല പ്രീവിയസ് ചോദ്യ പേപ്പർ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? മൗലിക കടമകൾ എന്ന അധ്യായം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്ന്. അവിടെ ഭേദഗതിയല്ല ആൻസർ, വർഷമാണ് ആൻസർ. ഓർക്കുക, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്ന് 1976. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 42-ാം ഭേദഗതി. അപ്പൊ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, ഏത് ഭരണഘടനാ ഭേദഗതി പഠിച്ചാലും വർഷം കൂടി ചേർത്ത് പഠിക്കുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റുക, അതൊരു ശീലമാക്കി മാറ്റുക. ഒരു സാഹചര്യത്തിലും 42-ാം ഭേദഗതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. 1976-ലെ 42-ാം ഭേദഗതി, 1978-ലെ 44-ാം ഭേദഗതി, 2002-ലെ 86-ാം ഭേദഗതി, ഇങ്ങനെ പറഞ്ഞു നോക്കുക. നമുക്ക് വളരെ രസകരമായി അത് പഠിക്കാനും പറ്റും. കാരണം ഇത് ഈ ചോദ്യത്തിൽ മാത്രമല്ല, എല്ലാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ ഭേദഗതിയുടെ വർഷവും കൂടി പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ അതിലേക്ക് തിരിച്ചു വരാം. അതായത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതി 1976. മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 4A. വകുപ്പ് ഏതാണ്? 51A. 51A എന്ന വകുപ്പിലാണ് ഉൾപ്പെടുത്തിയ ഭേദഗതി 42-ാം ഭേദഗതി. വർഷം 1976. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെ എന്ന് ചോദിക്കുന്ന പോലെ അതും വേണമെങ്കിൽ ഒന്ന് മാറ്റി ചോദിക്കാം.
ഇന്ത്യൻ ഭരണഘടനയിൽ 4A എന്ന അധ്യായം ഉൾപ്പെടുത്തിയത് ഏത്? അല്ലെങ്കിൽ ചോദിക്കാം, ഇന്ത്യൻ ഭരണഘടനയിൽ 51A എന്ന വകുപ്പ് ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഇങ്ങനെയൊക്കെ ഈ വളരെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഈ ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിക്കുന്ന രീതിയുണ്ട്. അതെല്ലാം വ്യക്തതയോടുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി നമ്മൾ പറഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. മറക്കാതിരിക്കുക. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. അതായത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? അല്ലെങ്കിൽ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. നമുക്കറിയാം 1976 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ വർഷമാണ്. കാരണം 75 മുതൽ 2 വർഷം അടിയന്തരാവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഡ്യൂറിംഗ് സച്ച് പീരീഡ് ഹു വാസ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി പഠിക്കുക. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ച് വീണ്ടും നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ വിശദമായി പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആളാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതുപോലെ തന്നെ ഔദ്യോഗിക പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ 1977 ഔദ്യോഗിക പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ രാഷ്ട്രപതിയാണ്. പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ 2 രാഷ്ട്രപതിമാരാണ് നമുക്കുള്ളത്. 1969 നമ്മുടെ ഡോക്ടർ സക്കീർ ഹുസൈൻ, അതാണ് പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യ രാഷ്ട്രപതി. പദവിയിലിരിക്കെ മരണപ്പെട്ട 2ാമത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1977. അദ്ദേഹമായിരുന്നു ഈ മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട് എന്ന് ചോദിച്ചാൽ നേരത്തെ ഉള്ളതിൽ നിന്നും മാറ്റമുണ്ട് എന്നർത്ഥം. നേരത്തെ ഞാൻ പറഞ്ഞു 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 10 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. ആ എണ്ണം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ദെയർ അറ്റ് പ്രസന്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 11 മൗലിക കടമകളുണ്ട്. മൗലിക അവകാശങ്ങൾ 6 ഇപ്പോൾ ഉള്ളത്. ഓർക്കുക, കൺഫ്യൂഷൻ ആകരുത്. അതായത് നമ്മുടെ മൗലിക കടമകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 6, മൗലിക അവകാശങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 6, മൗലിക കടമകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 11. ഇപ്പോ 10 ഉണ്ടായിരുന്നു. 42ാം ഭേദഗതിയിലൂടെ 10 ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോ ഒന്നുകൂടി. അപ്പൊ ഒന്നുകൂടി ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന്റെ പിന്നിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി വാസ് ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ വിച്ച് അമെൻഡ്മെന്റ് ആക്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 11ാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തിയ ഭേദഗതി. 11ാമത്തെ മൗലിക കടമ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഞാൻ പറഞ്ഞു മൗലിക കടമകളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 51A ആണ്. 51A A മുതൽ J വരെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ. ഇപ്പൊ K എന്ന് പറഞ്ഞാൽ 11. അപ്പൊ 51A K എന്ന് പറഞ്ഞാൽ അതാണ് 11ാമത് മൗലിക കടമ. അപ്പൊ 11ാമത് മൗലിക കടമ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ വിരലിലെണ്ണാവുന്ന പ്രധാനപ്പെട്ട ഭേദഗതികളിൽ ഒന്നാണ് 86ാം ഭരണഘടനാ ഭേദഗതി 2002. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ 11ാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തി. ഇനി 11ാമത്തെ മൗലിക കടമയിൽ പ്രതിപാദിക്കുന്നത് എന്താണ് അതിൽ പറയുന്നത്? 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഓരോ രക്ഷകർത്താവിനും മൗലിക കടമയുണ്ട്.
It is the duty of parents to provide education to their children below the age of 14 years. എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്നത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയാണ്. ഈ 86-ാം ഭരണഘടനാ ഭേദഗതി 2002 കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതിനൊരു ഡബിൾ ഇഫക്റ്റ് ഉണ്ട്. 86-ാം ഭരണഘടനാ ഭേദഗതിക്ക് ഡബിൾ ഇഫക്റ്റ്, അതായത് മൗലിക അവകാശങ്ങളിൽ ഒരു വകുപ്പും മൗലിക കടമകളിൽ മറ്റൊരു വകുപ്പും ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ്. മൗലിക അവകാശങ്ങളിൽ 21A എന്ന വകുപ്പ്, മൗലിക കടമകളിൽ 51A കെ. ഇത് രണ്ടും ഒരേ വിഷയമാണ് പ്രതിപാദിക്കുന്നത്. 21A പറയുന്നത് 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായി വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഒരു വകുപ്പാണ്. എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലിക അവകാശമാക്കി മാറ്റി എന്നർത്ഥം. ഇവിടെ മൗലിക കടമയിലേക്ക് വന്നാലോ 51A കെയിൽ എന്താ പറയുന്നത്? ഈ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഓരോ രക്ഷകർത്താവിനും മൗലിക കടമയുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. ഓർക്കുക, ഞാൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഈ ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയിൽ പരമപ്രധാനമായ ഒരു നിയമനിർമ്മാണത്തിന് വഴിതെളിച്ചത്. ഏത് നിയമമാണത്? വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം. ആ ഡേറ്റ് കൂടി ഒന്ന് ഓർത്താൽ നമുക്ക് ഈ ടോപ്പിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുകൂടി പറഞ്ഞ്, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന്, ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ വിച്ച് ഡേ? പരീക്ഷയ്ക്ക് ചോദിക്കാം. 2010 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഇന്ത്യയിൽ RTE ആക്ട് അഥവാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത്. എന്നാണ് 2010 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ടാണ് വളരെ ശക്തമായി ബാലവേല തടയുന്ന നിയമവും വളരെ ശക്തമായി മാറിയത്. ഇപ്പോ മുമ്പൊക്കെ ഇന്ത്യൻ ഭരണഘടനയിലെ 24-ാം വകുപ്പ് അതിൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അതായത് അതിന്റെ അർത്ഥം ഇതായിരുന്നു, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആപൽക്കരങ്ങളായ തൊഴിൽ മേഖലകളിൽ, ഉദാഹരണത്തിന് ഫാക്ടറികൾ, ഖനികൾ തുടങ്ങിയ ആപൽക്കരങ്ങളായ തൊഴിൽ മേഖലകളിൽ പണിയെടുപ്പിക്കുന്നതിൽ നിന്നും വിലക്കുന്നു എന്നാ പറഞ്ഞ, അല്ലെങ്കിൽ തടയുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു ജോലിക്കും നിയോഗിക്കാൻ പാടില്ല, അവരെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ 24-ാം വകുപ്പിന് പുതിയ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ബാലവേല തടയുന്നു. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 24. അതുകൂടി ഇതിനോടൊപ്പം ഓർക്കുക. അപ്പോ നമ്മുടെ മൗലിക കടമകളെ കുറിച്ച് വളരെ ഏറ്റവും പ്രാധാന്യമായ, പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളും അനുബന്ധമായി വന്ന ചില കാര്യങ്ങളും കൂടിയൊക്കെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അൺഅക്കാഡമിയുടെ ഒരു വലിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ക്ലാസ് എടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.